ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന പാഠഭാഗം അപ്രൻറ്റീസ് പ്രീമിയത്തെ പറ്റിയും അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ പറ്റിയും ഉള്ളതാണ്. അപ്രൻറ്റീസ് പ്രീമിയം അതായത് പ്രീമിയം എന്നാൽ എന്ത്, അപ്രൻറ്റീസ് പ്രീമിയം എന്നാൽ എന്ത്, അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ഇത് കേട്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പ്രീമിയം റിസീവ്ഡ് അതൊരു ഇൻകമാണ്. റിസീവ് ചെയ്യുന്ന എല്ലാം ഇൻകമാണ്. അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രെയിനി എന്നാണ് അർത്ഥം. അപ്രൻറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ട്രെയിനിയുടെ കയ്യിൽ നിന്നും ഒരു സ്ഥാപനത്തിൽ കിട്ടുന്ന പൈസയാണ്. അത് കിട്ടുകയായതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, എന്ത് വന്നാലും എന്ത് കിട്ടിയാലും അതിനെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിയാണ്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട സമയത്തിന് മുമ്പ് നേരത്തെ തന്നെ കിട്ടുന്ന പൈസയ്ക്കാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡേറ്റിൽ കിട്ടാനുള്ളത് നേരത്തെ കിട്ടുന്നു. അത് നമുക്ക് ബാധ്യതയാണ്, തിരിച്ച് കൊടുക്കേണ്ടതാണ്. ഒരു ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് എന്ന് വന്നാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതൊരു ഇൻഡയറക്റ്റ് ഇൻകമാണ്. നമ്മൾ ടാലി ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഐറ്റം അണ്ടർ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിൽ, അതായത് ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള അണ്ടറിൽ നമ്മളെ ചേർക്കണം. അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് ട്രയൽ ബാലൻസ് വന്നാൽ ഒരിടത്ത് മാത്രം, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങോട്ട് ക്രെഡിറ്റ് സൈഡിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോഴേ അത് തീർന്നു, അത് വിട്ടേക്കുക. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുന്നതെങ്കിൽ അതിന് ഡബിൾ ഇഫക്റ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അപ്രൻറ്റീസ് പ്രീമിയത്തിൻ്റെ കൂടെ അഡ്വാൻസ് കിട്ടിയത് അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം അഥവാ കുറയ്ക്കണം. ഡിഡക്റ്റ് അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അപ്രൻറ്റീസ് പ്രീമിയം 10,000 രൂപ കിട്ടിയതുണ്ട്. അഡ്വാൻസായിട്ട് ഒരു 2,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 10,000-ൽ നിന്ന് 2,000 കുറച്ചതിന് ശേഷം ബാക്കി 8,000 രൂപ മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കാവുള്ളൂ. അതൊരു ബാധ്യതയാണ്, അതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നും പറഞ്ഞ് ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ കിടക്കുന്ന 2,000 മാത്രമേ എഴുതാവുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അപ്രൻറ്റീസ് പ്രീമിയത്തിൽ നിന്നും അഡ്വാൻസ് കുറച്ചെഴുതുകയും ആ കുറച്ചെഴുതിയ തുക ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും ചെയ്യുമ്പോൾ ഡബിൾ ഇഫക്റ്റായി അത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം ഡബിൾ ഇഫക്റ്റായിട്ട് കാണിക്കണം. അപ്പോൾ നിങ്ങളുടെ കണക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റേത് കൃത്യമായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പ്രീമിയം റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകമാണെന്ന് പഠിച്ചു. ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് അഡ്വാൻസായിട്ട് കൊടുക്കുന്ന പൈസയാണ് അഡ്വാൻസായിട്ട് കിട്ടുന്ന പൈസ. അത് അഡ്വാൻസ് ഇൻകത്തിൻ്റെ ഏത് അഡ്വാൻസ് വന്നാലും ബാധ്യതയായിട്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഏത് ഇൻകം വന്നാലും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേ എഴുതാവുള്ളൂ. അഡ്ജസ്റ്റ്മെൻ്റ് അല്ലാതെ ട്രയൽ ബാലൻസിൽ അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റി സൈഡിൽ മാത്രമേ എഴുതാവുള്ളൂ. ട്രയൽ ബാലൻസ് വരുന്ന ഐറ്റം എല്ലാം ഒറ്റ ഒരിടത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ അത് ഉറച്ച ഓർമ്മയോടെ നിൽക്കണം. അഡ്ജസ്റ്റ്മെൻറ്റിനെല്ലാം ഡബിൾ ഇഫക്റ്റാണ്, രണ്ടിടത്ത് എഴുതാൻ മറക്കരുത്.
ഇത്രയേ ഉള്ളൂ. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെറും സിമ്പിളാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു പോയിൻറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ ജേണൽ എൻട്രിയും എല്ലാം ആ തമ്പനെയിലിൻ്റെ കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളെടുത്ത് നോക്കി മനസ്സിലാക്കണം. സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കുക. അതെന്ത് സംശയവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആയിരിക്കും. താങ്ക് യു. അടുത്ത ഒരു ചെറിയ ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ സന്തോഷമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ നല്ലതായിട്ട് ഓർമ്മയാണ് അത്യാവശ്യം. ഓർമ്മ അത്യാവശ്യമാണ്. ഓർമ്മ വരുത്തണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ശരി.